ഹലോ ഫ്രണ്ട്സ്, 30 ദിവസം കൊണ്ട് 30 ദിവസം കൊണ്ട് 200 ബ്ലഡ് ഷുഗർ ലെവൽ 95 നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. പലരും പറയും പ്രമേഹം നമുക്ക് മാറ്റാനാവില്ല എന്ന്. പക്ഷേ ശാസ്ത്രത്തിന് പറയാനുള്ള ഉത്തരം മറ്റൊന്നാണ്. അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന 8 കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെറും 30 ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രമേഹ രോഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ടാവും. മാത്രമല്ല വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. കാരണം ഇതിന്റെ അകത്ത് പറയുന്ന സ്റ്റെപ്പ് നമ്പർ 4, അതായത് 4ാമത്തെ സ്റ്റെപ്പ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് 30 ദിവസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് മാറ്റാനായിട്ടാവും. മാത്രമല്ല ഇതൊരു സാധാരണ ഒരു വീഡിയോ അല്ല, ഇതൊരു കംപ്ലീറ്റ് 30 ഡേയ്സ് ഡയബറ്റിസ് ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ ഐ തിങ്ക് എല്ലാവരും ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്ന് വിചാരിക്കുന്നു. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക, മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് ഡയബറ്റിസ് റിവേഴ്സൽ ചലഞ്ചിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് ഉലുവ, അതായത് ഫെനുഗ്രീക്ക്. നമ്മൾ എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഉലുവ കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് ബലം കിട്ടൂ. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്? 1 സ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിലാക്കി നിങ്ങൾ വെക്കുക. ഇങ്ങനെ ചെയ്തതിനു ശേഷം അടുത്ത ദിവസം രാവിലെ എണീറ്റതിനുടനെ വെറും വയറ്റിൽ ഈ ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കുടിക്കുന്നതിനോടൊപ്പം ഉലുവയും കൂടി ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഉലുവയ്ക്കകത്ത് ഗലക്ടോമെന്നൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ ഗലക്ടോമെന്നൻ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ബ്ലഡ് ഷുഗർ ലെവലിന്റെ സ്പൈക്ക് ഉണ്ടാക്കുന്നത് തടയുന്നു. ഇതെങ്ങനെയാണ് ഈ ഗലക്ടോമെന്നൻ ഈ ഷുഗർ ലെവലിനെ അല്ലെങ്കിൽ ഇൻസുലിൻ സ്പൈക്കിനെ കുറയ്ക്കുന്നത്? ഗലക്ടോമെന്നൻ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അന്നജത്തിന്റെ അകത്തുനിന്ന് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആഗീകരണം ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നതിനെ കുറയ്ക്കുന്നു. ഇങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ സ്പൈക്കിനെ കൺട്രോൾ ചെയ്യുകയും ഇൻസുലിൻ സ്പൈക്കിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 30 ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞൊരു സ്ട്രാറ്റജി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡയബറ്റിസ് ഒരുപാടധികം രീതിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഡയബറ്റിസ് റിവേഴ്സൽ ചലഞ്ചിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതാണ് ബ്രേക്ക് ദ ഫാസ്റ്റ് ബട്ട് ഡോണ്ട് സ്പൈക്ക് ദ ഷുഗർ. അതായത് മലയാളികൾ പല ആൾക്കാർക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ശീലമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും പുട്ടും പഴവും അതുപോലെ ദോശയും ചട്നിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത്. പക്ഷെ നമുക്കിതൊന്ന് പതുക്കെ ഇത് മാറ്റി പിടിച്ച് ചെയ്യാം. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രാവിലെ എണീറ്റിട്ട് ഈ 4 അപ്പം 4 ഇഡലിയെ കഴിക്കുന്നതിന് പകരം 2 ഇഡലി നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ 2 ദോശ എടുക്കുക. നിങ്ങളുടെ പലഹാരത്തിന് 2 എണ്ണം എടുക്കുക. ഇതിന്റെ കൂട്ടത്തില് ഒരു 3 മുട്ടയുടെ വെള്ള എടുക്കുക, കുറച്ച് പയറോ കടലയോ എടുക്കുക. ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുക്കുക. അതായത് കുറച്ച് വെള്ളരിക്ക, കുറച്ച് പാലക് ചീര, അല്ലെങ്കിൽ കുറച്ച് നെല്ലിക്ക. ഇതെല്ലാം കൂടി ഇട്ട് ഒരു സ്മൂത്തി അടിച്ചു കുടിക്കുക. ഇത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനോട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഉച്ചവരത്തേക്കുള്ള നല്ല രീതിയിലുള്ള എനർജി കിട്ടും. മാത്രമല്ല നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ വയറിന്റെ അകത്തേക്ക് കാർബോഹൈഡ്രേറ്റ് ബോംബ്, അതായത് അന്നജത്തിന്റെ ഒരു ബോംബ് ഇടുന്നത് നിർത്തിയാൽ തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാനും പ്രമേഹം റിവേഴ്സ് ചെയ്യാനും പറ്റും. അപ്പൊ ഒരു 30 ദിവസം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാവോ? നിങ്ങൾ 30 ദിവസം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ 200 ബ്ലഡ് ഷുഗർ ലെവൽ നിങ്ങൾക്ക് 95 എത്തിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡയബറ്റിസ് റിവേഴ്സൽ ചലഞ്ചിലെ 3ാമത്തെ സ്റ്റെപ്പ്. ഈ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒട്ടും പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ്. അതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. പല ആൾക്കാരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. കേൾക്കാത്തവർക്കായിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് നിങ്ങൾ ഒരു 12 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാം. ഒരിക്കലും പട്ടിണി കിടക്കാനല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ രാത്രി അത്താഴം ഒരു 8 മണിക്ക് മുന്നേ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഒരു 8 മണി കഴിഞ്ഞിട്ട് കഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളൊരു 12 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ ഒരു നോമ്പ് പോലെ നിങ്ങൾ എടുക്കുകയാണ്. ആ ഒരു സമയം നമ്മുടെ ഷുഗർ ലെവൽസ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറയുകയും നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ ലെവൽസും കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ബോഡിയിലെ പാൻക്രിയാസിന് വളരെയധികം റെസ്റ്റ് കിട്ടുന്നു. മാത്രമല്ല ഈ ഒരു 12 മണിക്കൂർ നമ്മുടെ ബോഡിയിലെ പല കോശങ്ങളെയും റിപ്പയർ ചെയ്യാനും റിന്യൂവ് ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ പ്രമേഹം റിവേഴ്സ് ചെയ്യാനും പ്രമേഹ രോഗം മാറ്റാനും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് നമുക്കൊരു 200 നിന്ന് 95 വരെ ഏറ്റവും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്പർ 3, അതാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അപ്പൊ നിങ്ങൾ എത്ര മണിക്കാണ് അത്താഴം കഴിക്കുന്നതെന്ന് ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇനി നമ്മുടെ ഡയബറ്റിക് റിവേഴ്സൽ ചലഞ്ചിലെ 4ാമത്തെ സ്റ്റെപ്പ്
നാലാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇതാണ് ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ്. നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗം വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിന്റെ 90 അല്ലെങ്കിൽ 95% ചോറും ഒരു 5% അല്ലെങ്കിൽ 2% മാത്രം കറികളും ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രമേഹ രോഗം വരുന്നത്. അപ്പോൾ ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഒരു പ്ലേറ്റിന്റെ 50% പ്രോട്ടീൻ കഴിക്കണം. 50% നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എടുക്കണം. 25% നിങ്ങൾ പച്ചക്കറികളും ഇലക്കറികളും എടുക്കുക. അടുത്ത 25% നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുക. അതായത് നമ്മുടെ ചോറ് അല്ലെങ്കിൽ വീറ്റ്, ഗോതമ്പോ അല്ലെങ്കിൽ മില്ലറ്റ്സോ എന്തെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തുക. ഏറ്റവും നല്ലത് മില്ലറ്റ്സ് കഴിക്കുന്നതാണ്. പക്ഷെ പല ആൾക്കാർക്കും ചോറ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചോറ് കഴിക്കാം. ചോറ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റ്സ് കഴിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ് വഴി കഴിക്കാം. ഡയബറ്റിസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലോ പ്രീ ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിന്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരും ഈ ഒരു ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ് വഴി ഫുഡ് കഴിക്കുക വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോകാരോഗ്യ സംഘടന WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ കിടന്നുറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ശീലം നിങ്ങൾ നിർത്തേണ്ടതാണ്. കാരണം പ്രമേഹം വരാനായിട്ട് ഏറ്റവും അധികം വലിയൊരു കാരണമാണ് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് ഉടനെ ചെന്ന് കിടന്നുറങ്ങുന്നത്. നേരെ മറിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് പോസ്റ്റ് മീൽ വാക്ക് എന്നാണ് പറയുന്നത്. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ 10 മിനിറ്റ് നിങ്ങളുടെ വീടിനകത്തെങ്കിലും നിങ്ങൾ നടന്നു നോക്കി നിങ്ങൾക്ക് പ്രമേഹ രോഗം വളരെയധികം രീതിയിൽ നിയന്ത്രിക്കാനാവും. മാത്രമല്ല ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഒരു 200, 210 ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെയധികം പെട്ടെന്ന്, അതായത് ഒരു 30 ദിവസത്തിനകം തന്നെ 95 എത്തിക്കാനായിട്ട് പറ്റുന്ന വളരെയധികം ഉപകാരപ്രദമായിട്ടും വളരെയധികം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു പോസ്റ്റ് മീൽ വാക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു പോസ്റ്റ് മീൽ വാക്ക്, അതായത് ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡിൽ കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസ് നമ്മുടെ പേശികൾ, അതായത് നമ്മുടെ മസിൽസ് വലിച്ചെടുക്കുകയും ഇത് ഊർജ്ജമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് മാറി അത് ഊർജ്ജമാക്കാനായിട്ട് ഇത് സഹായിക്കും. അങ്ങനെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുകയും ഇൻസുലിൻ സ്പൈക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ആറാമതായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്ട്രെസ്, അതായത് മാനസിക സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കൂടും. അപ്പൊ നിങ്ങൾ എല്ലാം അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് കൂടുന്നതെന്ന്. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിൽ കൂടി പോകുമ്പോൾ നമ്മുടെ ബോഡി കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ റിലീസ് ചെയ്യും. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഈ ഹോർമോൺ ആക്ച്വലി നമ്മുടെ ലിവർ, അതായത് നമ്മുടെ കരളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ കോർട്ടിസോൾ കൂടുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടും, ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടും. അപ്പോ മാനസിക സമ്മർദ്ദം പരമാവധി കുറയ്ക്കുകയും യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഇതെല്ലാം നിങ്ങൾ ശീലിക്കുന്നത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാതിരിക്കാനും പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ പ്രമേഹ രോഗം മാറ്റാനും അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഉറക്കം. പല ആൾക്കാരും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കാരണം 7 മണിക്കൂർ തികച്ചുറങ്ങാറില്ല, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ക്വാളിറ്റി നല്ലതല്ല. അപ്പോ എല്ലാ ദിവസവും ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം 7 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഉറങ്ങാത്ത ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടുവരുന്നു. ഇത് പല പഠനങ്ങളും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ കൃത്യമായിട്ടുള്ള സമയം എല്ലാ ദിവസവും മാക്സിമം ഒരു 10-11 മണിക്കകം നിങ്ങൾ കിടന്നുറങ്ങാനും അതിരാവിലെ എണീക്കാനും ശ്രമിക്കുക. ഒരു 7 മണിക്കൂർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. 7 മണിക്കൂർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് വളരെയധികം രീതിയിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കിടക്കുന്നതിന് മുന്നേ ഫോൺ നോക്കുന്നതും അതുപോലെ തന്നെ കഫീൻ അടങ്ങിയ കോഫി, ടീ ഇതുപോലത്തുള്ള പാനീയങ്ങൾ കുടിക്കുന്നതും ഒഴിവാക്കുക. നമ്മൾ 8ാമത്തെ സ്റ്റെപ്പ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് മോണിറ്റർ ആൻഡ് ട്രാക്ക്. ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികളോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, അത് ട്രാക്ക് ചെയ്യുക, ഒരു ഡയറിയിൽ നിങ്ങൾ എഴുതി സൂക്ഷിക്കുക. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു 30 ദിവസത്തെ ഒരു ചലഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ട്രാക്ക് ചെയ്യുകയും ചെക്ക് ചെയ്യുകയും അത് നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ
വളരെയധികം രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ മാറ്റം നിങ്ങൾ കാണുകയും 200ഉം 210 ആൾക്കാർക്കെല്ലാം ഞാൻ ഈ തമ്മിലിൽ കൊടുത്തതുപോലെ 95ലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു ഡയബറ്റിക് റിവേഴ്സൽ ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് എഴുതുക. ഒരു 30 ദിവസം നിങ്ങൾ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ചലഞ്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടുകയും ഇത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒരുപാടധികം ആൾക്കാർ പ്രമേഹ രോഗമായിട്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. ഇത് ഒരുപാടധികം ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഇത് ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പല ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. Till then, it's me, Pranav P. Nath, signing off. Bye bye.